രാധേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. 2024 മെയ് 9 വ്യാഴാഴ്ച ശ്രീ ഗുരുവായൂരപ്പൻ്റെ അതിശ്രേഷ്ഠമായ വൈശാഖമാസം ആരംഭിച്ച് ജൂൺ 6 വരെ വൈശാഖ ദിനം ആചരിക്കുന്ന പുണ്യസുദിനത്തിൽ ധാരാളം ശ്രേഷ്ഠമായ പുണ്യമായ സുദിനങ്ങളുണ്ട്. അതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് അക്ഷയ തൃതീയ. അതായത് വൈശാഖ മാസത്തിലെ വെളുത്ത പക്ഷ തൃതീയയാണ് അക്ഷയ തൃതീയയായിട്ട് ആചരിക്കപ്പെടുന്നത്. മെയ് 10 വെള്ളിയാഴ്ചയാണ് ഈ വർഷത്തെ അക്ഷയ തൃതീയ. അപ്പോൾ അക്ഷയ തൃതീയയുടെ മാഹാത്മ്യം, അക്ഷയ തൃതീയ ദിവസത്തിൽ ചൊല്ലേണ്ടതായ സ്തോത്രങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഒന്ന് സ്മരിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മഹാലക്ഷ്മി കടാക്ഷത്തിനായിട്ട് അല്ലേ ഇത്തവണ അക്ഷയ തൃതീയ 10 വെള്ളിയാഴ്ച കൂടെയാണ് അല്ലേ. ചൊവ്വ വെള്ളിയൊക്കെ ദേവിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സുദിനം കൂടിയാണ്. അപ്പോൾ മഹാലക്ഷ്മിയെക്കുറിച്ചും സരസ്വതിയെക്കുറിച്ചും ദുർഗാഭഗവതിയെക്കുറിച്ചും ഒക്കെ അറിയാവുന്ന സ്തോത്രങ്ങളൊക്കെ ജപിക്കാവുന്നതാണ്. ധനധാന്യ സമൃദ്ധിക്ക് വേണ്ടി മഹാലക്ഷ്മിയെ സ്തുതിച്ച് ചൊല്ലുന്ന ശ്ലോകമാണ് അല്ലേ. മഹാമായയും ആ ശ്രീപീഠത്തിൽ ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നവളുമായ ആ അമ്മയെ സ്തുതിച്ചുകൊണ്ട് മഹാലക്ഷ്മി അഷ്ടകസ്തോത്രം നമുക്ക് ജപിക്കാം. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖുചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സിദ്ധിബുദ്ധിപ്രദേ ദേവി ഭുക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജേ യോഗസംഭൂതേ മഹാലക്ഷ്മീ നമോസ്തുതേ. സ്ഥൂലസൂക്ഷ്മമഹാരുദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. പത്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാതാർ മഹാലക്ഷ്മീ നമോസ്തുതേ. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗത്സിതേ ജഗന്മാതാർ മഹാലക്ഷ്മീ നമോസ്തുതേ. മഹാലക്ഷ്മി അഷ്ടകസ്തോത്രം എപ്പടേൽ ഭക്തിമാൻ നര സർവസിദ്ധിമവാപ്നോതി രാജ്യം പ്രാപ്നോതി സർവദാ. ഏകകാലേ പടേ നിത്യം മഹാപാപവിനാശനം ദ്വികാലം യപ്പടേ നിത്യം ധനധാന്യസമന്വിത ത്രികാലം യപ്പടേ നിത്യം മഹാശത്രുവിനാശനം. മഹാലക്ഷ്മീർഭവേ നിത്യം പ്രസന്നവരദാ ശുഭ. മഹാലക്ഷ്മി അഷ്ടകസ്തോത്രത്തെ നിത്യവും പഠിച്ചു കഴിഞ്ഞാൽ അഥവാ നിത്യവും ചൊല്ലി സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ ആ ജീവന് എല്ലാവിധ സർവസിദ്ധികളും എല്ലാവിധ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്നും ധനധാന്യ സമൃദ്ധി ലഭിക്കുന്നതോടൊപ്പം നമ്മുടെ ഉള്ളിലെ കാമക്രോധ ലോഭ മോഹ മതമത്സര്യാദികളെല്ലാം നീങ്ങി എല്ലാവിധ ശത്രുക്കളും ഉള്ളിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ ആ ദേവി പ്രസന്നയായിട്ട് ആ ഭക്തന് എല്ലാവിധ ഐശ്വര്യവും കൊടുത്ത് അനുഗ്രഹിക്കുന്ന ഇഷ്ട വരത്തെ പ്രദാനം ചെയ്യുന്ന ഒരു സ്തോത്രമാണ് ഇത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ മഹാവിഷ്ണു തൻ്റെ ഹൃദയകമലത്തിൽ ലക്ഷ്മീ ദേവിക്ക് സ്ഥാനം നൽകിയ ഈ ദിവസവും കൂടെയാണ് അക്ഷയ തൃതീയ സുദിനം. അതുകൊണ്ടുകൂടെ നമുക്ക് ലക്ഷ്മി കടാക്ഷത്തിനായിട്ട് ഇത് വളരെ വിശേഷമാണ്. അതുപോലെ ശങ്കരാചാര്യ സ്വാമികൾ കനകധാരാ സ്തോത്രം അഥവാ കനകലക്ഷ്മി സ്തവം രചിച്ചതും ഈ അക്ഷയ തൃതീയ സുരദിനത്തിലാണെന്ന് പറയപ്പെടുന്നതിനാൽ നമുക്ക് ആ ശ്ലോകത്തിൻ്റെ ഒരു വരി ചൊല്ലാം. 19 ശ്ലോകമുണ്ട്. എല്ലാവരും അത് വീട്ടിലിരുന്ന് പാരായണം ചെയ്യണം.
അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാങ്കലീല മംഗല്യദാസ്തു മമ മംഗള ദേവതായ. അപ്പോൾ മഹാലക്ഷ്മി കടാക്ഷത്തിനായി ഈ സ്തോത്രങ്ങളെ പറഞ്ഞു. അതിനുശേഷം രോഹിണി ദേവിയിൽ ആദിശേഷൻ്റെ അവതാരം നടന്ന സുദിനമായതുകൊണ്ട് ബലരാമ അവതാരം ബലരാമ ജയന്തിയായിട്ട് അക്ഷതൃതീയ പറയപ്പെടുന്നു. ഭഗവാന്റെ പരശുരാമ അവതാരം നടന്ന സുദിനമായതുകൊണ്ട് പരശുരാമ ജയന്തിയായിട്ടും ഒക്കെ ഈ അക്ഷയതൃതീയ സുദിനത്തെ പറയപ്പെടുന്നു. ഈ അക്ഷയതൃതീയ സുദിനത്തിൽ നമ്മൾ ഏതൊരു സൽക്കർമ്മം ആരംഭിക്കുന്നുവോ അതിന് അക്ഷയമായ പുണ്യം അക്ഷയം എന്ന് വെച്ചാൽ ക്ഷയിക്കാത്തത്, നശിക്കാത്തത് എന്നൊക്കെ അർത്ഥമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഏതൊരു നല്ല കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുവോ അതിൻ്റെ പുണ്യഫലം ഈ വർഷം മുഴുവൻ നമുക്ക് ലഭിക്കുന്നു എന്നുകൂടെയാണ് ഈ സുദിനത്തിൻ്റെ ഒരു മഹത്വമായിട്ട് പറയപ്പെടുന്നത്. ഇനി ഈ അക്ഷയതൃതീയ പുണ്യദിനത്തിൽ എങ്ങനെ നമ്മൾ ഇത് ആചരിക്കണം, ആരാധന ഏത് വിധത്തിലാണ് എന്നൊക്കെ പലർക്കും സംശയങ്ങൾ ഉണ്ടാവാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെ നമ്മുടെ മനസ്സിനെ കൂടുതൽ ഭഗവാനോട് ചേർത്തു നിർത്താം. പഴയ കാലത്ത് ആചരിച്ചതുപോലെയൊന്നും ഇന്ന് സാധ്യമല്ല. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തരത്തിലുള്ള ഓരോ ആരാധന ഭഗവാന്റെ തൃപ്പാദത്തിൽ നമ്മൾ എത്തിച്ചേരണം എന്ന ഉത്കടമായ ഒരു ആഗ്രഹത്തോടുകൂടി, അല്ലെങ്കിൽ ഭഗവാൻ സന്തോഷിക്കണമേ, എന്നിൽ പ്രസന്നനായി തീരണേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ ആരംഭിക്കുക. അപ്പോൾ ചിലർ പറയാറുണ്ട്, എനിക്ക് ഒരു ഭാഗ്യമില്ല, ഞാൻ നിർഭാഗ്യവാനാണ്, നിർഭാഗ്യവതിയാണ് എന്നൊക്കെ ചിലർ പറയാറുണ്ട്. എന്നാൽ ഈശ്വര അനുഗ്രഹം നേടിക്കഴിയുമ്പോൾ ഭാഗ്യത്തിനപ്പുറം സൗഭാഗ്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്ര ഭാഗ്യമില്ലാത്തവരാണെങ്കിൽ പോലും ഈശ്വര ആരാധനയിലൂടെ സൗഭാഗ്യവാനും സൗഭാഗ്യവതികളുമായി തീരുന്നു എന്നുള്ളതാണ് അക്ഷയതൃതീയ പുണ്യദിനത്തിൻ്റെ വലിയൊരു മഹത്വമായിട്ട് പറയപ്പെടുന്നത്. ശനിദശ ഓരോ നാളുകാർക്കും ശനിദശയുടെ കാലം പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ശനിദശയിൽ എന്തിനാ തരുന്നത്? ആ ശനിദശക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഈശ്വര ആരാധന ചെയ്യണം. അങ്ങനെ ഈശ്വര ചൈതന്യം നമ്മുടെ ഉള്ളിലെ വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരം കൂടെയാണ് ശനിദശക്കാലം. ഈശ്വര ഭജനം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ശനിദശ ഒരു ദോഷമല്ലാതായിട്ട് മാറും. ആ ശനിദശക്കാലം എന്ന് പറയുന്നത് പോലെ നമ്മുടെ മുൻകാലങ്ങളിൽ ഈ മനുഷ്യ ശരീരം കിട്ടുന്നതിന് മുമ്പുള്ള സമയത്ത് നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒക്കെ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് നമുക്ക് ശനിദശ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഏത് ഗ്രഹദോഷങ്ങളെയും ഏത് ദശാസന്ധികളെയും മറികടക്കാൻ ഈ അക്ഷയ പുണ്യദിനത്തിൽ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി നമ്മൾ ഭഗവത് ഭജനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ ഏത് ചെറിയ കാര്യമാവട്ടെ എത്ര വലിയ കാര്യമാവട്ടെ ചെയ്യുമ്പോൾ ആദ്യം എന്താ ചെയ്യുക? വിഘ്നേശനെ ഗണപതി ഭഗവാനെ പൂജിക്കും അപ്പോൾ അൻപാർന്നങ്കത്തിലേറ്റി പരിചൊടുമുലയൂട്ടും മാതാവിനേത്തൻ കൊമ്പിന്തുമ്പാൽ ചൊറിഞ്ഞും തിരുമുടിയിൽ വിളങ്ങുന്ന മുക്തേന്ദുകണ്ഠം തുമ്പിക്കയ്യാൽ മന്ദം തടവിയും അഗജാശങ്കരർക്കുള്ളിലൊപ്പം സംഭുല്ലാനന്ദമേകും ശിശുയജവദനൻ നീക്കണം വിഘ്നമെല്ലാം അപ്പോൾ ആ ഗണപതി ഭഗവാനെ നമ്മൾ പൂജിക്കണം. വിഘ്നങ്ങൾ വരാതിരിക്കുവാൻ വേണ്ടി പൂജിക്കണം ഗണേശനെ പൂജ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട വലിയൊരു കാര്യം, വിഘ്നങ്ങൾ ഇല്ലാതാക്കുന്ന, വിഘ്നങ്ങൾ ഒഴിവാക്കി തരുന്ന ദേവനാണ്. പക്ഷേ ഗണേശനെ നമ്മൾ പൂജിച്ചില്ലെങ്കിലോ വിഘ്നങ്ങൾ ഉണ്ടാക്കുവാനും ആ ഗണേശൻ മിടുക്കനാണ്. പാലാഴി മദനത്തിലെ മന്ദരപർവ്വതം താണുപോയതൊക്കെ സ്മരിച്ചോളുക. അങ്ങനെ ഓം ഗംഗണപതയെ എന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ഗണേശനെ പൂജിക്കുക. ഗണപതിക്ക് അവല്, മലര്, പഴം, ശർക്കര, കൽക്കണ്ടമൊക്കെ വെച്ച് ഗണപതി പൂജ ചെയ്യുക. അതുപോലെ മഹാവിഷ്ണുവിന് അവൽ പാൽ പായസം ഉണ്ടാക്കുക. എന്തിനാണെന്ന് വെച്ചാൽ സുധാമാവ് നമ്മൾ കുചേലൻ എന്ന് പറയുന്ന, ഭാഗവതത്തിൽ കുചേലൻ എന്ന് പറയുന്നില്ല, നാരായണീയത്തിൽ പറയുന്നുമുണ്ട്. അപ്പോൾ ഭാഗവതത്തിൽ പറയുന്ന സുധാമാവ് ഭഗവാന് അവല് കൊടുത്തു എന്നുള്ള സങ്കല്പത്തിൽ അവൽ പാൽപ്പായസം വളരെ വിശേഷമായിട്ട് അക്ഷയതൃതീയ സുദിനത്തിൽ പറയപ്പെടുന്നു. എന്നിട്ട് എന്തായി? വളരെ സമ്പൽ സമൃദ്ധിയായിട്ട് മാറിയില്ലേ സുധാമാവ്. അതുകൊണ്ട് മഹാവിഷ്ണുവിന് അവൽ പായസം ചെയ്യാം. അതുപോലെ ഭഗവാൻ ഇഷ്ടപ്പെട്ട വെണ്ണ, കദളിപ്പഴം ഒക്കെ നമുക്ക് നേദിക്കാം.
തുളസീദളം കൊണ്ട് അർച്ചിക്കാം. തുളസിമാല, ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഒക്കെ ഉണ്ടെങ്കിൽ ചാർത്താം. എന്നിട്ട് ഭഗവാന് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രം 12 പ്രാവശ്യം ജപിക്കാം. അതുപോലെ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രം, ആ അഷ്ടാക്ഷര മന്ത്രം 108 പ്രാവശ്യം നമ്മൾ ജപിക്കുക. അപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളതും ഓം നമോ നാരായണായ എന്നുള്ള അഷ്ടാക്ഷര മന്ത്രവും ഭഗവാന്റെ മൂലമന്ത്രമാണ് എന്നോർത്തുകൊണ്ട് ജപിക്കുക. പിന്നീട് ഭഗവാനോടൊപ്പം മഹാലക്ഷ്മി, ആ മഹാലക്ഷ്മിക്ക് മഞ്ഞൾ, കുങ്കുമം, കളഭം ഒക്കെ വെച്ച് ദേവിയെ ആരാധിക്കുക. മുമ്പേ പറഞ്ഞ മഹാലക്ഷ്മി അഷ്ടകസ്തോത്രം ചൊല്ലുന്ന കാര്യം പറഞ്ഞു. അതുപോലെ കല്ലുപ്പൂടെ വെക്കുക. എന്നുവെച്ചാൽ കല്ലുപ്പ് വെക്കുന്നതിൻ്റെ ഉദ്ദേശം നെഗറ്റീവ് എനർജി, നമ്മുടെ ഭവനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതുകൂടെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് മഹാലക്ഷ്മി എങ്ങനെ ജപിക്കേണ്ടത്? ഓം ഹ്രീം മഹാലക്ഷ്മി നമ, ഓം ക്രീം മഹാലക്ഷ്മി നമ, ഓം ക്രീം മഹാലക്ഷ്മി നമ എന്ന് നമ്മൾ 3 പ്രാവശ്യം ജപിക്കുക. അതുപോലെ കുലദേവതാ പ്രീതി നമ്മുടെ ഓരോ കുലത്തിനും ഓരോ കുടുംബത്തിനും ഓരോ കുലദേവത ഉണ്ടാവും. അപ്പം മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ അച്ഛനോടോ അമ്മയോടോ ഒക്കെ ചോദിച്ച് നമ്മുടെ കുലദേവത ഏതാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി ആ കുലദേവതയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുലദേവതാ പ്രീതി നേടാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അപ്പോൾ ദേവിക്ക് മഞ്ഞൾ, കുങ്കുമം, സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമസ്തുതേ എന്ന് ചൊല്ലുക. പിന്നെ ധനത്തിൻ്റെ അധിപതി, ഇപ്പം നമ്മൾ അക്ഷയതൃതീയ ദിനത്തിൽ ഇവിടെ ബദ്രിനാഥിൽ നട തുറക്കുന്ന ദിവസം കൂടെയാണ് അക്ഷയതൃതീയ ദിനം അവിടെ ബദ്രിനാഥിൽ പോയിട്ടുള്ളവർ ബദ്രിനാഥിനെ നന്നായിട്ട് മനസ്സിൽ സ്മരിക്കുക. ബദ്രിവിശാലിക്കീ ജായ്. അപ്പോൾ നമുക്ക് ബദരിയിലേക്ക് ചെല്ലുമ്പോൾ ഭഗവത് ദർശനത്തിനായിട്ട് ചെല്ലുന്ന ആ ഹോളിലെത്തുമ്പോൾ ആദ്യം നമുക്ക് നരനും നാരായണൻ്റെയും 2 സ്തൂപം കാണാം. പിന്നീട് ശ്രീലകത്ത് എന്താ കാണാൻ സാധിക്കുക? ആ നരനാരായണ മൂർത്തിയായിരിക്കുന്ന ബദ്രിവിശാലിക്കീ ജായ്. ബദ്രിവിശാലിൻ്റെ ഇടതുഭാഗത്തായിട്ട് ലക്ഷ്മി ദേവിയെ കാണാൻ സാധിക്കും. വലതുഭാഗത്തായിട്ട് ഭഗവാനെ സേവിച്ചുകൊണ്ട് പരമഭാഗവതോത്തമനായ ഉദ്ധവനെ കാണാൻ സാധിക്കും. അതിനുശേഷം തൊട്ടിപ്പുറത്ത് കുബേരനെ കാണാം ഉദ്ധവൻ്റെ തൊട്ടടുത്തായിട്ട് കുബേരനെ കാണാം. പിന്നെ തൊട്ടടുത്ത് ഗണപതിയെ കാണാം. പാദത്തിൽ നാരദ മുനി ഭഗവാനെ സേവിച്ചുകൊണ്ട്, അതുപോലെ പാദത്തിൽ ഗരുഡനും ഭഗവാൻ എപ്പോഴാണ് ഇവിടേക്കാണ് പറക്കേണ്ടത് എന്ന ആജ്ഞ പുറപ്പെടുവിച്ചാൽ കാത്തിരിക്കുന്നതായ ഗരുഡനെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള നരനാരായണ അവതാരം. അപ്പോൾ ഭഗവാന്റെ തൊട്ടടുത്തുള്ളതാണ് ധനത്തിൻ്റെ അധിപതിയായ കുബേരൻ. അപ്പോൾ ആ കുബേരനെ നമ്മൾ സ്മരിക്കണം. ധനത്തിൻ്റെ അധിപതിയായ ആ കുബേരൻ്റെ മന്ത്രം എന്താണ്? ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയേ ധനധാന്യ സമൃദ്ധിമേ ദേഹി ദദാപയ സ്വാഹ എന്ന് പറഞ്ഞ് മന്ത്രം ചൊല്ലി ജപിക്കാം. വെങ്കടേശ്വര മാഹാത്മ്യത്തിൽ പത്മാവതി വിവാഹത്തിന് ഭഗവാൻ കുബേരൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. പുരാണങ്ങളിൽ പറയുന്നത് നമ്മൾ സ്മരിക്കുന്നു. ഏതായാലും നരനാരായണ അവതാരത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കുബേരൻ ഇപ്പോൾ ബദരിയിൽ നട തുറക്കുന്ന ദിവസമായതുകൊണ്ട് ബദരി വിശാലിനെ കൂടെ ഓർക്കാം മൂർത്തി സർവഗുണോൽപത്തിർ നരനാരായണ വൃഷി. സർവഗുണങ്ങൾക്കും ഉൽപ്പത്തി സ്ഥാനമായ മൂർത്തിദേവിയിൽ ധർമ്മദേവൻ്റെ നരനാരായണ അവതാരം, ശുദ്ധ സത്വസ്വരൂപം. ഈ നരനാരായണ രൂപത്തെ സ്മരിച്ചാൽ ജ്ഞാന വൈരാഗ്യ സകല ഗുണങ്ങളും ഉണ്ടാകുമെന്ന് ഭാഗവതത്തിൽ പറയുന്നത് ഓർക്കുക. അതുപോലെ മാർക്കാണ്ഡേയ മുനിക്ക് നരനാരായണ ദർശനം ഉണ്ടായി തസ്യൈവം യുഞ്ജതച്ചിത്തം തപസ്സാധ്യായ സംയമൈഹി അനുഗ്രഹായ വിരാസി നരനാരായണോ ഹരി. ഏകാന്തധ്യാനം, അധ്യയനം, ഇന്ദ്രിയ നിഗ്രഹം എന്നിവയിലൂടെ നിരന്തരം മനസ്സ് ഭഗവാനെ തന്നെ നിർത്തുന്ന മാർക്കാണ്ഡേയമുനിയെ അനുഗ്രഹിക്കുവാൻ ഭഗവാൻ നരനാരായണ രൂപത്തിൽ അവതരിച്ച് ഒരേ സമയം 2 സ്വരൂപം, അതാണ് നരനാരായണ അവതാരത്തിലൂടെ. അങ്ങനെ ബദരിയിൽ പോയിട്ടുള്ളവർ നരനാരായണ മൂർത്തിയായ ബദ്രിവിശാലിനെ സ്മരിക്കുക. പറ്റാത്തവർക്ക് മനസ്സുകൊണ്ട് പറന്ന് ചെല്ലട്ടെ, പിന്നീട് ശരീരത്തെ ഭഗവാൻ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, രോഗശാന്തി ഇതിനൊക്കെയായിട്ട് ഓം മേദിനി പദേ നമ എന്ന് ജപിക്കാം. ലോക നന്മയ്ക്ക് വേണ്ടി എല്ലാവർക്കും അറിയുന്ന ശ്ലോകമാണ് ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത. അതുകൊണ്ട് അത് നമ്മൾ എല്ലാവരും ജപിച്ചോളുക. അതുകൂടാതെ ഓം മഹാവരാഹായ നമ ഭൂമിദേവിയെ രസാതലത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ഭഗവാന്റെ വരാഹ രൂപത്താണ് ഓം മഹാവരാഹായ നമ എന്ന് ജപിക്കുക. അപ്പോൾ ചിലരൊക്കെ ചോദിക്കുകയുണ്ടായി,
ഞങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് അല്ലെ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് ഒക്കെ പോകുന്ന സമയത്ത് ഭാഗവതം വായിക്കുവാനോ നാരായണ ജപിക്കുവാനോ അല്ലെ നാരായണീയം പാരായണം ചെയ്യാനോ ഒന്നും അത്ര സമയം കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ള ഞങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. പ്രധാനമായിട്ട് പറയാനുള്ളത് വൈശാഖ പുണ്യമാസത്തിൽ ഹരേ രാമ മന്ത്രം ധാരാളമായിട്ട് ജപിക്കാനായിട്ട് സാധിക്കുക. എല്ലാവർക്കും തീർത്ഥാടനം പറ്റിയെന്ന് വരില്ല. ബലിതർപ്പണവും പ്രാധാന്യമുണ്ട്. മുമ്പേ നമ്മൾ പറഞ്ഞു അഷ്ടാക്ഷര മന്ത്രം, ദ്വാദശാക്ഷര മന്ത്രം അല്ലേ. പിന്നെ അതുകൂടാതെ മാധവ മന്ത്രം, ഓം നമോ ഭഗവതേ വാസുദേവായ മാധവായ മധുപ്രിയായ മധുസൂദനായ ശ്രീം നമ. അതുപോലെ ഭഗവാന്റെ ദ്വാദശാക്ഷര മന്ത്രമുണ്ട്, അത് ജപിക്കാം അല്ലേ. ഓം കേശവായ നമ, നാരായണായ നമ, മാധവായ നമ, ഗോവിന്ദായ നമ, വിഷ്ണവേ നമ, മധുസൂദനായ നമ, ത്രിവിക്രമായ നമ, ഓം ശ്രീധരായ നമ, ഓം വാമനായ നമ, ഓം ഋഷിയേശായ നമ, ഓം പത്മനാഭായ നമ, ഓം ദാമോദരായ നമ. ഇങ്ങനെ ഭഗവാന്റെ ആ മാധവ മന്ത്രം അല്ലെ ദ്വാദശ മന്ത്രം ജപിക്കാം. ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ ഹരേ രാമ മന്ത്രം ധാരാളമായിട്ട് ജപിക്കുക. അപ്പോൾ ചോദിക്കും, ഈ ഹരേ രാമ മന്ത്രത്തിന് എന്താണ് ഇത്ര പ്രാധാന്യം എന്ന്. നമ്മൾ മറ്റു മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ കുളിച്ച് ശുദ്ധി വരുത്തിയിട്ടൊക്കെ വേണം, ശുദ്ധാശുദ്ധികളൊക്കെ ഉണ്ട്. എന്നാൽ ഈ കലിസന്ധരണ ഉപനിഷത്തെന്ന് പറഞ്ഞാൽ ഈ ഹരേ രാമ മന്ത്രത്തിന് ശുദ്ധ അശുദ്ധികളൊന്നും ബാധകമല്ല എന്ന താല്പര്യം. ഓഫീസിൽ പോകുന്ന വഴിക്ക് നടന്നുകൊണ്ട് പോയാലോ സൈക്കിളോ സ്കൂട്ടറോ കാറോ പ്ലെയിനോ ഓട്ടോയോ എന്തിലിരുന്നു കൊണ്ടും നമുക്ക് ഈ മന്ത്രം മനസ്സുകൊണ്ട് ജപിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുപോലെ ഗോപികമാരൊക്കെ മുറ്റമടിക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും ഗൃഹത്തിലെ ഓരോ ജോലികൾ ചെയ്യുമ്പോഴും ജപിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഹരേ രാമ മന്ത്രത്തിൻ്റെ മഹത്വം അല്ലേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ, ഷോഡശൈതാനി നാമാനി ദ്വാത്രിംശത് വർഷകാനി കലോ യുഗേ മഹാമന്ത്ര സമ്മതോ ജീവധാരണേ എന്ന ഉപനിഷത്തുകളിൽ പറയുന്നു. അപ്പോൾ 16 നാമം 32 അക്ഷരമുള്ള ഈ മഹാമന്ത്രം കലിയുഗത്തിൽ ജീവകോടികൾക്ക് സംസാര സമുദ്രം തരണം ചെയ്യാൻ ഉതകുന്ന ഉത്തമ മന്ത്രമാണെന്ന് വേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പറയപ്പെടുന്നു. മനനം ചെയ്യുന്നവനെ, അതാ നിരന്തരം ഇത് നാമം ചൊല്ലുന്നവനെ, മനസ്സിൽ സ്മരിക്കുന്നവനെ ത്രാണനം ചെയ്യുന്ന മഹാമന്ത്രമാണിത്. അപ്പോൾ ഈ മഹാമന്ത്രം ഒരു ജീവനെ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം ഇങ്ങനെയുള്ള സകല ദുഃഖങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. ഈ ശ്രീകൃഷ്ണ മന്ത്രം ശ്രീകൃഷ്ണ സ്വരൂപം തന്നെയാണ്. ഈ മന്ത്രത്തിൻ്റെ ശബ്ദതരംഗങ്ങൾ നമ്മൾ ജപിക്കുമ്പോൾ പരിസരത്തിനെയൊക്കെ പരിശുദ്ധമാക്കി തീർക്കുന്നു. നമ്മളും ഏതൊക്കെയോ ജന്മങ്ങളിൽ ആരൊക്കെയോ ജപിച്ച നാമത്തിൻ്റെ ധ്വനി തരംഗങ്ങൾ നമ്മളിൽ അടിച്ചതുകൊണ്ടാണ് നമുക്കിന്ന് ഈ മനുഷ്യജന്മം കിട്ടിയതെന്ന് ഓർക്കുക. അപ്പം നമ്മളും നാമം ജപിച്ച് പരിസരത്തിന് ശുദ്ധീകരിക്കുമ്പോൾ നാമം ജപിക്കാൻ പറ്റാത്ത വൃക്ഷലതാദികൾക്ക് പക്ഷിമൃഗാദികൾക്ക് ഒക്കെ അതൊരു പ്രയോജനമായിട്ട് തീരും. അതുകൊണ്ട് ധാരാളം ഹരേ രാമ മന്ത്രം ജപിക്കുക. ഹരേ കൃഷ്ണ നാമസങ്കീർത്തനത്തിൽ നല്ല ശ്രദ്ധയും വിശ്വാസമുള്ള ആർക്കും ഈ നാമസങ്കീർത്തനം ആരംഭിക്കാം. അപ്പോൾ അക്ഷയതൃതീയ സുദിനത്തിൽ ഹരേ രാമ മന്ത്രമൊക്കെ ധാരാളം ജപിക്കുന്നവരുണ്ടാകാം. ജപിക്കാത്ത അതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചവർക്കൊക്കെ പറയുകയാണ്, അക്ഷയതൃതീയ സുദിനത്തിൽ ധാരാളമായിട്ട് നാമജപം തുടങ്ങി വയ്ക്കുക. അങ്ങനെ നാമസങ്കീർത്തനം ആരംഭിക്കാനൂടി പറ്റിയ ഏത് പുണ്യകർമ്മങ്ങളും തുടങ്ങി വെക്കാനുള്ള ഒരു സുദിനം കൂടെയാണ് അക്ഷയതൃതീയ. അപ്പം മറ്റ് ഭാഗവതമോ നാരായണീയമോ ഭഗവത്ഗീതയോ മറ്റ് സത്സംഗങ്ങളിലോ ഒന്നും പങ്കെടുക്കാൻ സാധിക്കാതെ പലതരത്തിൽ ഓരോ ജീവനും പലതരത്തിലാണല്ലോ അവരുടെ കർമ്മ മേഖലകൾ, കർമ്മബന്ധങ്ങൾ, പ്രാരബ്ധങ്ങൾ. അങ്ങനെയുള്ളവർ ധാരാളമായിട്ട് ഹരേ രാമ ജപിച്ചു കൊള്ളുക. ആ ജീവനെ എന്തായാലും ഭഗവാൻ ഉത്കൃഷ്ടമായ പദവിയിൽ എത്തിക്കുമെന്ന് യാതൊരു സംശയവുമില്ല. അതിന് ജാതിയോ കുലമോ മതമോ സ്ത്രീയെന്നോ പുരുഷനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ആർക്കും ഭേദമില്ലാതെ എല്ലാവർക്കും ജപിക്കാവുന്ന ശുദ്ധാശുദ്ധിയില്ലാത്ത വലിയൊരു ദിവ്യ മന്ത്രമാണ് കലിസന്ധരണ ഉപനിഷത്ത്. ഈ ദിവ്യ സാധനയിൽ ഇത് നിരന്തരം ജപിച്ചു കഴിയുമ്പോൾ എന്തായി, ഈശ്വരാനുഭൂതി അഥവാ ഈശ്വര സാക്ഷാത്കാരം ഒരു ജീവന് നേടിത്തരും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അക്ഷയ തൃതീയ സുദിനത്തിൽ എല്ലാവർക്കും ആ ഭഗവാന്റെ അനുഗ്രഹം അക്ഷയമായി ലഭിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യ സമ്പൽ സമൃദ്ധി ശാന്തി സമാധാനം ആയുരാരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വൈശാഖ പുണ്യ
മാസത്തിൻ്റെ ദിവസങ്ങളിൽ ഓരോ ദിവസവും വൈശാഖ മാഹാത്മ്യം എന്ന പുസ്തകം എല്ലാവർക്കും അത് പാരായണം ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം നേടുവാനും സാധിക്കട്ടെ. എല്ലാ ദാനധർമ്മങ്ങൾക്കും ശ്രേഷ്ഠമായ പുണ്യസുദിനം കൂടിയാണ്. ജലം, ചെരുപ്പ്, കൊട ഉൾപ്പെടെ വിശക്കുന്നവർക്ക് ഭക്ഷണം, ഇങ്ങനെയെല്ലാം ദാനം ചെയ്യാൻ പറ്റിയ ഒരു സുദിനം, അല്ലെ ദാനം ചെയ്യേണ്ട ഒരു ദിവസം കൂടിയാണ് അക്ഷയതൃതീയ എന്ന് നമ്മളെ പുരാണങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ വൈശാഖ പുണ്യ സുദിനങ്ങൾ ഓരോർക്കും ഓരോ അനർഘ നിമിഷങ്ങളായി ഭഗവാനെ അനുഭവിക്കുവാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓരോ വാക്കുകളും പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃച്ചേവടികളിൽ തുളസി പൂക്കളായി സമർപ്പിച്ചുകൊണ്ട് രാധേ കൃഷ്ണ.